ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പിൻ. സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കണം. ഇന്ന് പലതും കാണുകയും അറിയുകയും ചിലതൊക്കെ അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്നതുകൊണ്ട് പലരുടെയും സുബോധം നഷ്ടപ്പെട്ട നിലയിലാണ് ജീവിക്കുന്നത്. സുബോധം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ദുശ്ചിന്തകൾ മനസ്സിനകത്ത് കയറിക്കൂടുക, ആരോഗ്യമുള്ള ഒരു മനസ്സ് നഷ്ടപ്പെടുക, എവിടെയൊക്കെയോ എന്തൊക്കെയോ ദൈവഹിതമല്ലാത്ത ചിന്തകൾ ഹൃദയത്തെ, മനസ്സിനെ സ്വാധീനിക്കുക. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, സുബോധമുള്ളവരായിരിക്കണം. കാരണം എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അനീതി പ്രവർത്തിക്കുകയും യാതൊരു മനസ്താപവും ഇല്ലാതെ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ തുടരുകയും ചെയ്യുന്നവരെക്കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ നീതിമാന്മാരുടെ ഹൃദയത്തിൽ പോലും ഒരു ചാഞ്ചാട്ടം ഉണ്ടാകേണ്ടി വരുന്നു. അനീതി അരങ്ങുവാഴുന്ന ഈ ലോകത്തിൽ ഇതുമാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതിയാവും. എന്നാൽ ഇതിനൊരു അവസാനമുണ്ട്. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവമക്കൾ, വിശുദ്ധന്മാർ, ഭക്തന്മാർ സുബോധമുള്ളവരായിരിക്കണം. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. അനീതിയും അശുദ്ധിയും കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മോട് പറയുന്നത്, ഞാനിതാ വേഗം വരുന്നു. വിധികർത്താവായി, നീതിയുള്ള ന്യായാധിപനായി അവിടുന്ന് വരുന്നു. ഇത് ഭക്തന്മാരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നൊരു വചനമാണ്. നന്മ അനുഭവിക്കുന്ന ദുഷ്ടനും, അതായത് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദുഷ്ടന്മാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഒരുപാട് പഴിയും ദുഷിയും നിന്ദയും, നേരോടെ ജീവിച്ചിട്ട് തിന്മകൾ അനുഭവിക്കുന്ന ഭക്തന്മാരും അറിയേണ്ട ഒരു സത്യമുണ്ട്: ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയുടെ അവസാനം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ദുഷ്ടലോകത്തിൽ നാം നീതി പ്രസംഗിക്കണം, പ്രചരിപ്പിക്കണം. എന്നാൽ നമുക്കാരെയും നീതീകരിപ്പാനോ വിശുദ്ധീകരിപ്പാനോ ഇപ്പോഴത്തെ അഴിമതിയും അനീതിയും നിറഞ്ഞ ഈ വ്യവസ്ഥിതി മാറ്റിയെടുക്കുവാനോ സാധിക്കുകയില്ല. നീതി പ്രസംഗിക്കുമ്പോൾ, നീതിയായി ജീവിക്കുമ്പോൾ തന്നെ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുന്ന കാര്യം ഒരിക്കലും നാം വിസ്മരിക്കുവാൻ പാടുള്ളതല്ല. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കേണ്ടതിൻ്റെ ഗൗരവം ഇവിടെ വ്യക്തമാക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയും ആത്മീക കാര്യങ്ങളിൽ ഉള്ള ജാഗ്രതയും എല്ലാം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവ് എന്ന ആ ഭാവി പ്രത്യാശയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം. അതിനാൽ വചനം കേൾക്കുന്ന ഓരോരുത്തരും തളർന്നു പോകാതിരിക്കട്ടെ, ക്ഷീണിച്ചു പോകാതിരിക്കട്ടെ. ആത്മീക സമൂഹത്തിൽ നടക്കുന്ന പലതും കണ്ടും കേട്ടും ചിലതൊക്കെ അനുഭവിച്ചും പലരുടെയും ഉള്ളം നൊന്തു പോകുന്നു. നീതിമാനായ ലോത്ത് നൊന്തുപോയ ഹൃദയവുമായിട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. പിന്മാറിപ്പോകാൻ ലോകത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കുമ്പോൾ
മുന്നോട്ട് തന്നെ നോക്കണം, യേശുവിനെ നോക്കണം. ക്ഷീണിച്ച ഉള്ളിൽ മടുക്കാതിരിപ്പാൻ നാം കർത്താവിനെ ധ്യാനിക്കണം. ദൈവവചനം ഉള്ളിൽ സംഗ്രഹിക്കണം. യേശു വരുവാൻ കാലം അടുത്തു, സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം നമ്മെ തന്നെ സൂക്ഷിക്കട്ടെ, നമ്മെ തന്നെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നാം സമർപ്പിക്കട്ടെ. ദൈവം നമ്മോട് കൂടെയുണ്ടാവും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിൻ്റെ ഉള്ളിലാക്കും എന്നുള്ള തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കും ദൈവത്തിനു വേണ്ടി ദാഹിക്കാം, വചനത്തിലേക്ക് മടങ്ങിച്ചെല്ലാം, ദൈവഭയത്തോടെ ജീവിക്കാം. നമുക്കാരെയും നന്നാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും നാം ചീത്തയായി പോകാതിരിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ അതിൻ്റേതായ അടയാളങ്ങളും ലക്ഷണങ്ങളും എല്ലാം പലയിടങ്ങളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി ജീവിക്കുവാൻ കർത്താവ് കൃപ തരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.